എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് പാർക്കിൻസൺസ് എന്നുള്ളത്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ആയുർവേദപരമായി ആ രോഗത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി തരാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ നീതു. മാം ഇപ്പോൾ അറിയപ്പെടുന്നത് പാർക്കിൻസൺ ഡിസീസ് സ്പെഷ്യലിസ്റ്റ് ഇൻ വുമൺ എന്നൊരു ടൈറ്റിലോട് കൂടിയാണല്ലോ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് വിശദീകരിക്കാമോ? പാർക്കിൻസൺസ് ഡിസീസ് സാധാരണഗതിയിൽ പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നതെന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത് ഡയഗ്നോസിസ് കൂടുതലായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുന്നത് പുരുഷന്മാരിലാണ്. സ്ത്രീകളിൽ അതിൻ്റെ ഒരു കുറവ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാർക്കിൻസൺ ഡിസീസിൽ മെയിൻ സിംറ്റം അല്ലെങ്കിൽ പ്രൈമായിട്ടുള്ളൊരു സിംറ്റം എന്ന് പറയുന്നത് ട്രമറാണ്. സാധാരണഗതിയിൽ സ്ത്രീകളിൽ ഈ ട്രമറിനെക്കാട്ടിൽ നോൺ മോട്ടോർ സിംറ്റംസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. നോൺ മോട്ടോർ സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാവാം, ചിലപ്പോൾ ശരീരവേദന, തലവേദന പോലെ ഉണ്ടാവാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, മണം അറിയാനുള്ള കഴിവ് ക്രമേണ കുറഞ്ഞു വരാം, സ്ട്രെസ് ഉണ്ടാവാം. അങ്ങനത്തെ റീസൺസ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ലക്ഷണങ്ങളായിരിക്കും അവരിൽ കൂടുതലായിട്ട് ആദ്യം കാണുന്നത്. പക്ഷേ അതിൻ്റെ തീവ്രത വളരെ കുറവുമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ശാരീരികവും മാനസികമായിട്ട് നമ്മളെ അധികം ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ പ്രവർത്തനങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന പ്രൈം ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ആ ഈസ്ട്രജൻ നമ്മളുടെ സ്ത്രീകളുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിനും ഫെർട്ടിലിറ്റിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ഹേർട്ടിനും ഒക്കെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു ഗുണം കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലെവൽ കൂടുതലായതുകൊണ്ട് സിംറ്റംസ് വളരെ നേരിയതായിരിക്കും. പിന്നെ പുരുഷന്മാരിൽ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് സഹനശക്തി കൂടുതലാണെന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ ഒരു വേദന സംഹാരി പാരസിറ്റാമോൾ പോലെയുള്ള വേദന സംഹാരികൾ കഴിച്ചുകൊണ്ട് അവരത് സബ്സൈഡ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. പക്ഷേങ്കിൽ കാലക്രമേണ ഈ പറയുന്ന ഒരു മെനോപോസൽ സ്റ്റേജ് ആകുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ബൂസ്റ്റപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് അവർ ചിലപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ ഒരു MRI എടുക്കുകയൊക്കെ ചെയ്തിട്ട് പാർക്കിൻസൺ ഡിസീസോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അവരുടെ സ്റ്റേജസ് മാറിയിരിക്കും, അവരുടെ രോഗ തീവ്രത പെട്ടെന്ന് തന്നെ കൂടിയും പുരുഷന്മാരിലെ അപേക്ഷിച്ച് കൂടിയിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകളിൽ പാർക്കിൻസൺ ഡിസീസിൻ്റെ ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ളത്, അതായത് അവർക്ക് മുന്നേ, അതായത് ഈ ഒരു 35-40 അവർക്കിൻ്റെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ അത് പാർക്കിൻസണോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവയർനെസ് അവരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും ഞാനതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മാം, സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ചില ജീവിത സാഹചര്യങ്ങൾ പിന്നീട് പാർക്കിൻസൺസിലേക്ക് നയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. നമ്മളതൊരു സ്ത്രീയുടെ ഒരു ജീവിത കാലഘട്ടം ആദ്യം മുതൽക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചെറുപ്രായത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ഫാമിലിയിലാണ് അവർ ജനിച്ചത്, പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യമില്ലാണ്ട് അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിൽ ഒതുക്കി വെച്ച് അങ്ങനെ ജീവിച്ച് വന്നൊരു ആളാണെങ്കിൽ, അതേപോലെ തന്നെ കുറച്ചുകൂടെ ഒരു കൗമാര കാലഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബ്യൂസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു സാധാരണ ഒരു ടേമായിട്ട് മാറിയിട്ടുണ്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. ആ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇപ്പോൾ അത് എല്ലാവരുടെ ഇടയിൽ അറിയുന്നുണ്ടെങ്കിൽ പോലും ഇത് മുൻപേ ഉള്ള ഒരു കാര്യമാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അത് പക്ഷേ കൃത്യമായിട്ടത് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സോ അക്കാലത്തുള്ള ആൾക്കാർക്കുണ്ടായിരുന്നില്ല. അത് കാലക്രമേണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഹോർമോണുകളിലുണ്ടാവുന്ന ചേഞ്ചസ്, അതിൽ തന്നെ തൈറോയ്ഡ് ഹോർമോൺ, ഇപ്പം നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു പേരാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുള്ളത്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതിനെ നമ്മൾ കൃത്യമായിട്ട് അത് അഡ്രസ്സ് ചെയ്തില്ല അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ക്രമേണ ഇത്തരത്തിലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷനായിട്ട് മാറാനുള്ള സാഹചര്യം ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. മാം, സ്ത്രീകളിൽ കണ്ടുവരുന്ന ജീവിത സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ. എന്നാൽ ഇങ്ങനെ കണ്ടുവരുന്ന സ്ത്രീകളിൽ ഇനി പാർക്കിൻസൺ ഡിസോർഡേഴ്സ് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ഉള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും പാർക്കിൻസൺ ഡിസീസ് വരണമെന്ന് നിർബന്ധമില്ല. അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വരാനുള്ള സാഹചര്യം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് ആദ്യ പടി. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് പാർക്കിൻസൺ ഡിസീസിൽ ട്രമറാണ് പ്രൈമായിട്ടുള്ളൊരു സിംറ്റം. പക്ഷേ സ്ത്രീകളിൽ അത് കാണണമെന്നില്ല. അവർക്ക് മറ്റുള്ള നോൺ മോട്ടോർ സിംറ്റംസ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. ഈ ശരീരവേദന അല്ലെങ്കിൽ
ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, പിന്നെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, മണം അറിയാനുള്ള കഴിവ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഡയഗ്നോസ് ചെയ്യാം. ആ ഒരു സമയത്തുള്ള ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് മാത്രം അതാവരുത്. ചിലപ്പോൾ അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മണം അറിയാത്തത് ചിലപ്പോൾ ഒരു ജലദോഷത്തിൻ്റെ ഭാഗമാണെന്ന് കരുതിയിട്ട് അതിനെന്തെങ്കിലും ഒരു മെഡിസിൻ കഴിക്കുക, അല്ലെങ്കിൽ ഒരു വേദനയാണെന്ന് പറഞ്ഞാൽ അതിനുള്ള അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ളൊരു രോഗനിർണയം അപ്പം തന്നെ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ സാധാരണ പറയും ഒരു പാർക്കിൻസൺ രോഗിയാണെങ്കിൽ വിറയൽ വരാൻ കാത്തിരിക്കരുത്. മറ്റുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിലെത്തി അതിനുള്ള ചികിത്സകൾ, അത് നമ്മൾ ഇൻറ്റേർണലി ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മളുടെ ജീവിത രീതിയിലാണ് അതിൽ മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് എങ്കിൽ അത് നോക്കി കൃത്യമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ മരുന്നിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിത ശൈലിയിലും കൂടെ അത് മാറ്റം വരുത്തുക. അത് ആഹാരമായാലും വിഹാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സർസൈസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ കുറച്ചുകൂടെ ശക്തി നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് കൂടുതലും നമ്മൾ സ്ത്രീകളിൽ എന്ന് പറയുമ്പോൾ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു മനസ്സിനോടുള്ള ഒരു ആരോഗ്യം അവർക്ക് കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനിയും ഭാവിയിൽ പാർക്കിൻസൺ ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിൻ്റെ തീവ്രത നമുക്ക് ആദ്യം തന്നെ അത് കുറയ്ക്കാനും നമുക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ സാധിച്ചു വരുന്നുണ്ട്. ഓക്കെ, സ്ത്രീകളിൽ ഉണ്ടാകുന്ന പാർക്കിൻസൺ ഡിസോർഡേഴ്സ് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ്? ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു പ്രഷർ അല്ലെങ്കിൽ ഷുഗർ, കൊളസ്ട്രോൾ വന്ന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മെഡിസിൻസ് കഴിക്കും, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അതേപോലെ തന്നെ കൃത്യമായിട്ട് രോഗനിർണയം നടത്തുകയും നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്, അത് ആഹാരമായാലും മറ്റുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ആ മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ സ്ത്രീകളാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരോഗ്യത്തിനാണ് മുൻഗണന നൽകുന്നത്. അപ്പോൾ ഇവർ രോഗം നിർണയിച്ചാൽ പോലും ചിലപ്പോൾ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുകയും ഈ പറയുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമുക്ക് മറ്റുള്ള അസുഖത്തെ പോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനും നിയന്ത്രിച്ചു പോകാനും സാധിക്കുന്നതാണ്. മാം, സ്ത്രീകളിൽ പാർക്കിൻസൺ ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ആൻ എക്സ്പെർട്ട് ഇൻ പാർക്കിൻസൺ ഡിസീസ് മാമിന് എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പ്രോപ്പർലി ഡയഗ്നോസ്ഡ് ആണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ടിപ്പിക്കൽ പാർക്കിൻസൺ ഡിസീസ് ആണോ അല്ലെങ്കിൽ മറ്റ് ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണോ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള റിലീഫിനുള്ള മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വൺസ് അവർക്കൊരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജായിട്ട് നമ്മൾ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ, അതിനോട് സംയോജിതമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി, സൈക്കോളജി കൗൺസിലിംഗ്, സ്പീച്ച് തെറാപ്പി എന്നിവ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ അവരെത്തി. ആ 2 സ്റ്റേജും കഴിഞ്ഞാൽ അവർ ലോങ് ടൈമായിട്ട് യൂസ് ചെയ്തിരുന്ന അലോപ്പതിക് മെഡിസിൻ്റെ ഡോസേജ് നമ്മൾ കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് അവരുടെ ഇതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളുണ്ടാകും. ചിലവർക്ക് ഡിസ്റ്റോണിയ അല്ലെങ്കിൽ ഡിസ്കൈനീസിയ പോലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടായി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൈഡ് എഫക്റ്റ് കുറയ്ക്കാനും നമുക്ക് ഇത് മുഖേന നമുക്ക് സാധിച്ചു വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു കംഫർട്ട് സോണിൽ അവരെത്തിയെന്ന് പറഞ്ഞല്ലോ, പിന്നെ നമുക്കൊരു റെജുവിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മിനിമൽ ഡോസിൽ നമ്മുടെ ആയുർവേദ മെഡിസിൻസ് കൂടെ കഴിച്ചുകൊണ്ട് അവരുടെ ജീവിത നിലവാരം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. സമൂഹത്തിൽ പാർക്കിൻസൺ ഡിസോർഡറിനെ പറ്റി അവബോധം നൽകിയ ഡോക്ടറിന് നന്ദി.